നിമയുടെ ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മോഡ്യൂൾ 3. ഓക്കെ, 34th ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോൺ മെറ്റൽ? ഇതിൽ ഏതാണ് നോൺ മെറ്റൽ, മെറ്റൽ അല്ലാത്തത്? ഓക്കെ, മെർക്കുറി എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്. ഓക്കെ, ദി ഒൺലി മെറ്റൽ ഇൻ ദി ലിക്വിഡ് അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. ഇതിൽ മെർക്കുറിയെ നമ്മൾ ക്യുക്ക് സിൽവർ അല്ലെന്നുണ്ടെങ്കിൽ ലിക്വിഡ് സിൽവർ എന്നൊക്കെ മെർക്കുറി അറിയപ്പെടുന്നു. എന്തെന്നൊക്കെയാണ്? ക്യുക്ക് സിൽവർ അല്ലെന്നുണ്ടെങ്കിൽ ലിക്വിഡ് സിൽവർ എന്നൊക്കെ അറിയപ്പെടുന്നു. ഗ്രാഫൈറ്റ് ഒരു നോൺ മെറ്റലാണ്. ഓപ്ഷൻ ബി ആണ്. ബ്രാസ്, അയൺ ഒക്കെ മെറ്റലാണ്. ശരിയല്ലേ? ദെൻ 35th ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ കണ്ടെയ്ൻസ് അയൺ ആസ് എ മേജർ കണ്ടൻറ്റ്? അയൺ ഒരു മേജർ കണ്ടൻ്റ് ആയിട്ടുള്ള മെറ്റൽ ഏതാണ്? ബ്രാസ് മെറ്റൽ, ബ്രോൺസ് മെറ്റൽ, സിങ്ക്, ഫെറസ് മെറ്റൽ അല്ലേ? ഫെറസ് മെറ്റൽ അല്ലേ? ഫെറസ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അയൺ ഒരു മേജർ കണ്ടൻ്റ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫെറസ് മെറ്റൽ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നോൺ ഫെറസ് മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അയൺ ഒരു മേജർ കണ്ടൻ്റ് അല്ലാത്തവ അല്ലേ? ദെൻ 36th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി മെറ്റൽ വിച്ച് ഡു നോട്ട് കണ്ടെയ്ൻ അയൺ? അല്ലേ? വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി മെറ്റൽ? മെറ്റലിൻ്റെ നെയിം എന്താണ്? വിച്ച് ഡു നോട്ട് കണ്ടെയ്ൻ അയൺ. അയൺ കണ്ടൻറ്റ് ഇല്ലാത്ത മെറ്റൽ ഏതാണ്? ഫെറസ് മെറ്റൽ, നോൺ ഫെറസ് മെറ്റൽ, ഇൻസുലേറ്റിംഗ് മെറ്റൽ, നോൺ ഇൻസുലേറ്റിംഗ് മെറ്റൽ. എന്തായിരിക്കും ആൻസർ? നോൺ ഫെറസ് മെറ്റൽസ് ആയിരിക്കും അല്ലേ? നോൺ ഫെറസ് മെറ്റൽസിൽ നമ്മൾ എന്തില്ല? അയൺ ഒരു മേജർ കണ്ടൻ്റ് അല്ല. അയൺ ഒരു മേജർ കണ്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഫെറസ് മെറ്റൽസിലാണ്. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പ്രോപ്പർട്ടി ഈസ് ദി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി മെറ്റൽ? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചതാണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, ഡക്റ്റിലിറ്റി, ബ്രിട്ടിൽനെസ്, ടഫ്നെസ്, ഹാർഡ്നെസ്, മലേബിലിറ്റി, ടെനാസിറ്റി. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇവിടുത്തെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഏതാണ്? ഡക്റ്റിലിറ്റി ആണ് അല്ലേ? ഫ്യൂസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. കൊറോഷൻ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. സ്ട്രക്ചർ, കൊറോഷൻ സംഭവിക്കുന്ന ഒരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സ്ട്രക്ചർ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. മറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഏതൊക്കെയാണ്? അതിന് വെയിറ്റ്, കളറ്, കണ്ടക്ടിവിറ്റി, മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്. ശരിയല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വിച്ച് ഈസ് ബ്രിട്ടിൽ മെറ്റൽ? ഏതാണ് ബ്രിട്ടിൽ മെറ്റൽ? കാസ്റ്റൈൻ ഒരു ബ്രിട്ടിൽ മെറ്റലാണ്. കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കാസ്റ്റൈൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ കാസ്റ്റൈനിലൊരു പെട്ടെന്ന് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അങ്ങനെയുള്ള മെറ്റലിനെയാണ് നമ്മൾ എന്തെന്നും പറയുന്നത്? ബ്രിട്ടിൽ മെറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ ഓഫർ റെസിസ്റ്റൻസ് ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഇൻ എ കട്ടിംഗ് ടൂൾ? കട്ടിംഗ് ടൂളിലുള്ള അല്ലേ? ഏത് മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് എന്ത് ഓഫർ ചെയ്യുന്ന? റെസിസ്റ്റൻസ് ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ കട്ടിംഗ് ടൂളിന് വേണ്ട ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മറ്റു മെറ്റൽസിനെ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴേ എന്താണ്? ഹാർഡ്നെസ് ആണ്. ആ മെറ്റലിനെ കട്ടിംഗ് ടൂളിന് വേണ്ട മറ്റു മെറ്റലിനെ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു മെയിൻ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാർഡ്നെസ്. അപ്പോൾ ഹാർഡ്നെസ് പ്രോപ്പർട്ടി വേണം. ഓക്കെ, ഡക്റ്റിലിറ്റി പ്രോപ്പർട്ടി എന്താണ്? മെറ്റൽ ടു ബി ഡ്രോൺ ഇൻ ടു വയർ അല്ലേ? മെറ്റലിനെ നമുക്ക് വയർ രൂപത്തിൽ വലിച്ചു നീട്ടാൻ പറ്റും. മല്യബിലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് വിസ്റ്റാൻഡ് ദി ഡിഫോർമേഷൻ ബൈ കംപ്രസീവ് ഫോഴ്സ് അല്ലേ? കംപ്രസീവ് ഫോഴ്സ് വെച്ച് മാക്സിമം വിസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. ടഫ്നെസ് എന്താണ്? ഹൈ ഇമ്പാക്റ്റ് ലോഡ് ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടഫ്നെസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ഇനേബിൾസ് ടു ഫോർമേഷൻ ഓഫ് പെർമനൻറ്റ് ഡിഫോർമേഷൻ വിത്തൗട്ട് ഫ്രാക്ചർ? എന്താണെന്ന് മനസ്സിലായോ? പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ഇനേബിൾസ് ടു ഫോർമേഷൻ ഓഫ് പെർമനൻറ്റ് ഡിഫോർമേഷൻ. നമ്മൾ അതിനകത്ത് ഒരു ഡിഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ എന്താണ്? അത് പെർമനൻ്റ്ലി അത് ഡിഫോമായി മാറിക്കഴിഞ്ഞു. അത്രയും വരുന്ന പൊട്ടാതെ, വിത്തൗട്ട് ഫ്രാക്ചർ, പൊട്ടാതെ പെർമനൻ്റ് ആയിട്ട് ഡിഫോർമേഷൻ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഏതാണ്? പ്ലാസ്റ്റിസിറ്റി അല്ലേ? അതായത് നമ്മളൊരു ഒബ്ജക്റ്റിൽ ഒരു ഫോഴ്സ് കൊടുത്തു, ആ ഫോഴ്സ് റിമൂവ് ചെയ്തതിന് ശേഷം, ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന് ഡിഫോർമേഷൻ സംഭവിക്കും. ആ ഫോഴ്സ് മാറ്റിക്കഴിയുമ്പോൾ അത് ഡിഫോർമേഷൻ സംഭവിച്ചത് എങ്ങനെയാണ്? അതുപോലെ തന്നെ പെർമനൻ്റ്ലി അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നു. അതിനെയാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി ആകുമ്പോഴോ, നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, ഡിഫോം ചെയ്തു, ആ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ പഴയ സ്ഥിതിയിലേക്ക് വരുന്നു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ,
വിച്ച് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഹാസ് ഇറ്റ്സ് പവർ ഓഫ് റിട്ടേണിംഗ് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ദി അപ്ലൈഡ് ഫോഴ്സ് ഈസ് റിലീസ്ഡ്? ശരിയല്ലേ? അതായത് ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരുന്നു, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് മാറിക്കഴിഞ്ഞാൽ അത് ഏത് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി. ഓപ്ഷൻ നമ്പർ സി. നെക്സ്റ്റ് പ്രോപ്പർട്ടി, വിച്ച് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ പൊസസ്ഡ് ബൈ ഇറ്റ് മെൽറ്റ് വെൻ ഹീറ്റ് ഈസ് അപ്ലൈഡ്? ഒരു ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മെറ്റലിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് ഇറ്റ് മെൽറ്റ് ചെയ്യുന്നത്? അത് ഏത് പ്രോപ്പർട്ടിയാണ്? നമ്മൾ പഠിച്ചതാണ്, അതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ പേരെന്താണ്? ഫ്യൂസിബിലിറ്റിയാണ്. ഫ്യൂസിബിലിറ്റി അല്ലേ? ശരിയല്ലേ? ഓക്കെ. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കപ്പാസിറ്റി. ഓക്കെ. ടെനാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെൻസൈൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തൗട്ട് ബ്രേക്ക് ചെയ്യാതെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റിയാണ് നമ്മൾ ടെനാസിറ്റി എന്ന് പറയുന്നത്. വിച്ച് അലോയ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ലാമ്പ് ആസ് ഫിലമെൻറ്റ്? ഇലക്ട്രിക് ലാമ്പിൽ യൂസ് ചെയ്യുന്ന ഫിലമെൻ്റായിട്ട് യൂസ് ചെയ്യുന്ന അലോയ് ഏതാണ്? നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ തൊട്ടേ പഠിക്കുന്നതാണ്. ഏതാണ്? ടാങ്സ്റ്റൺ ആണ്. ശരിയല്ലേ? നെക്സ്റ്റ്, വാട്ട് മെറ്റൽസ് കണ്ടെയ്ൻഡ് ഇൻ ബ്രാസ് അലോയ്? ബ്രാസ് അലോയിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള മെറ്റൽസ് ഏതൊക്കെയാണ്? ഓക്കെ. ബ്രാസ് അലോയിൽ ഏതൊക്കെയാണ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്? കോപ്പറും അതുപോലെ തന്നെ സിങ്കും കൂടെയാണ്. നമ്മളത് പഠിച്ച സമയത്ത് പറഞ്ഞതാണ്, തിരിഞ്ഞു പോരുത്. ബ്രാസുമുണ്ട് ബ്രോൺസുമുണ്ട് അല്ലേ? രണ്ടും കോപ്പറിൻ്റെ അലോയ്സാണ്. അപ്പോൾ ബ്രാസിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ്? കോപ്പറും സിങ്കുമാണ്. ബ്രോൺസിൻ്റെ സ്പെല്ലിംഗ് നമ്മൾ തിരിഞ്ഞു വരയ്ക്കാൻ വേണ്ടി ആലോചിച്ച് വെച്ചേക്കുക. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ BRONZE എന്നല്ലേ? അപ്പോൾ ഇസഡ് ഉള്ളതിൽ ഇസഡ് ഇല്ല എന്നാലോചിച്ച് വയ്ക്കുക. അപ്പോൾ ബ്രോൺസിൻ്റെ സ്പെല്ലിങ്ങിൽ ഇസഡ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കോമ്പിനേഷനിൽ ഇസഡ് ഇല്ല. കോമ്പിനേഷനിൽ ഇസഡ് ഇല്ല എന്ന് പറയുമ്പോൾ എന്തില്ല? സിങ്ക് ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ബ്രോൺസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കോമ്പിനേഷൻ ആയിരിക്കും? കോപ്പറും ടിന്നുമായിരിക്കും. ബ്രാസ് ആകുമ്പോൾ എന്തൊക്കെയായിരിക്കും? കോപ്പറും സിങ്കുമായിരിക്കും. ശരിയല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കാസ്റ്റൈൻ കനോട്ട് ബി വെൽഡഡ്? ഏത് കാസ്റ്റൈനാണ് നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ്. ഏത് കാസ്റ്റൈനാണ്? വൈറ്റ് കാസ്റ്റൈൻ അല്ലേ? നമ്മൾ നോക്കിയതാണ്. വൈറ്റ് കാസ്റ്റൈൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? വെൽഡ് ചെയ്യാൻ സാധിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് മെറ്റൽ കനോട്ട് ബി ഫോർജ്ഡ്? ഏത് മെറ്റലാണ് നമുക്ക് ഫോർജ് ചെയ്യാൻ സാധിക്കാത്തത്? ഫോർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ആ മെറ്റലിനെ എന്ത് ചെയ്യുന്ന? ഹാമർ ചെയ്ത് ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് മാറ്റുക. അതിനെയാണ് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഒക്കെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം കാസ്റ്റേൺ എന്ന് പറയുന്നത് നമുക്കറിയാം. കാസ്റ്റേൺ എന്ന് പറയുന്നത് വളരെ ബ്രിട്ടിലാണ്. അതിൽ നമ്മൾ ഹാമർ ചെയ്ത് കൊടുത്താൽ അത് എന്ത് സംഭവിക്കും? പൊട്ടിപ്പോവും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് മെറ്റൽ കനോട്ട് ബി ഫോർജ്ഡ്? ഫോർജ് ചെയ്യാൻ പറ്റാത്തത്. ശരിയല്ലേ? കാസ്റ്റേൺ അല്ലേ? ബാക്കി സ്റ്റീലിനെയോ മൈൽഡ് സ്റ്റീലിനെയോ അലോയിയൊക്കെ നമുക്ക് ഫോർജ് ചെയ്യാൻ സാധിക്കും. മൈൽഡ് സ്റ്റീലിനെയൊക്കെ ബെറ്ററായിട്ട് ഫോർജ് ചെയ്യാൻ സാധിക്കും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ മേക്കിംഗ് കാസ്റ്റിംഗ് ഓഫ് മെഷീനറി പാർട്സ്? മെഷീനറി പാർട്സിൻ്റെ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് ഏത് മെറ്റലാണ് കൂടുതലായി നമ്മൾ യൂസ് ചെയ്യുന്നത് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി? ഏത് മെറ്റലായിരിക്കും? ഗ്രേ കാസ്റ്റൈൻ ആണല്ലേ? ഗ്രേ കാസ്റ്റൈൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ വൈഡ്ലി യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ടു മേക്കിംഗ് കാസ്റ്റിംഗ് ഓഫ് മെഷീനറി പാർട്സിൻ്റെ കാസ്റ്റിംഗ് വേണ്ടി. കാര്യം ഗ്രേ കാസ്റ്റൈൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗുഡ് അബ്സോർബിങ് ക്യാരക്ടറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സർഫസിൽ നമുക്കൊരു ആൻറ്റി ഫ്രിക്ഷൻ ക്യാരക്ടറുണ്ട്. കാര്യം ഗ്രാഫൈറ്റിൻ്റെ എമൗണ്ട് അതിനകത്തുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ ക്വാളിറ്റീസ് അതിനകത്തുണ്ട്. ഓക്കെ. അപ്പോൾ അതിലൊക്കെയാണ് നമ്മൾക്ക് നല്ലൊരു മെഷീനറി പാർട്സിൻ്റെ കാസ്റ്റിങ്ങിന് വേണ്ടി എന്തിനെ കൂടുതൽ യൂസ് ചെയ്യുന്നു? ഗ്രേ കാസ്റ്റൈനെ യൂസ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫർണസ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് പിഗ് അയൺ ഫ്രം അയൺ ഓർ? അല്ലേ? അയൺ ഓറിൽ നിന്നാണ് നമ്മൾ എന്ത് മാനുഫാക്ചർ എടുക്കുന്നത്? നമ്മൾ പഠിച്ചതാണ് പിഗ് അയൺ മാനുഫാക്ചർ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിഗ് അയൺ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫർണസിൻ്റെ പേരെന്ത്? എന്താണ്? ബ്ലാസ്റ്റ് ഫർണസ് ആണല്ലേ? ശരിയല്ലേ? ബ്ലാസ്റ്റ് ഫർണസ് അല്ലേ? ഓക്കെ. ഈ റിവർ ബാറ്ററി എന്ന് പറയുന്ന ഒരു ഫർണസ് ഉണ്ട്, റിവർ ബാറ്ററി ഫർണസ്. ഈ റിവർ ബാറ്ററി ഫർണസ് നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? കോപ്പറിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റിവർ ബാറ്ററി ഫർണസ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നു? കോപ്പറിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി. ഇലക്ട്രിക് ഫർണസ് എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ഇത് സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുപ്പോള ഫർണസ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? കുപ്പോള ഫർണസ് നമ്മൾ പഠിച്ചതാണ്. കാസ്റ്റൈൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കുപ്പോള ഫർണസ് യൂസ് ചെയ്യുന്നത് അല്ലേ? ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ഫർണസ് ടു ഒബ്റ്റെയിൻഡ് കാസ്റ്റൈൻ? അല്ലേ? കാസ്റ്റൈൻ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് ഫർണസിൽ വെച്ചാണ് നമുക്ക് കാസ്റ്റൈൻ മാനുഫാക്ചർ എടുക്കാൻ പറ്റുന്നത്? ഏത് ഫർണസിൽ വെച്ചിട്ടാണ്? കുപ്പോള ഫർണസിൽ വെച്ചിട്ടാണ് അല്ലേ? കുപ്പോള ഫർണസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് മാനുഫാക്ചർ എടുക്കുന്നത്? കാസ്റ്റൈൻ മാനുഫാക്ചർ എടുക്കുന്നത് അല്ലേ? ഇനി
50ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി അതർ നെയിം ഓഫ് ലോ കാർബൺ സ്റ്റീൽ? ലോ കാർബൺ സ്റ്റീലിൻ്റെ മറ്റ് പേരെന്താണ്? ലോ കാർബൺ സ്റ്റീലിൻ്റെ മറ്റേ പേരെന്താണ്? മൈൽഡ് സ്റ്റീൽ എന്നറിയപ്പെടുന്നു അല്ലേ? ലോ കാർബൺ സ്റ്റീലിനെ നമ്മൾ എന്തെന്നും അറിയപ്പെടുന്നുണ്ട്? മൈൽഡ് സ്റ്റീൽ എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലേ? ഓക്കെ. വാട്ട് ഈസ് ദി കാർബൺ പേഴ്സൻറ്റേജ് ഇൻ മീഡിയം കാർബൺ സ്റ്റീൽ അല്ലേ? മീഡിയം കാർബൺ സ്റ്റീലിൽ കാർബണിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ്? മീഡിയം കാർബൺ സ്റ്റീലിൽ കാർബണിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ്? ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മീഡിയം കാർബൺ സ്റ്റീൽ, അതുപോലെ തന്നെ ലോ കാർബൺ സ്റ്റീൽ, അതുപോലെ ഹൈ കാർബൺ സ്റ്റീൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിച്ചതാണ്. അതിൽ ലോ കാർബൺ സ്റ്റീലിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 0.15 മുതൽ 0.25 വരെ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് എന്താണ്? ലോ കാർബൺ സ്റ്റീലാണ്. 0.25 മുതൽ 0.5 വരെ എന്തായിരിക്കും? മീഡിയം കാർബൺ സ്റ്റീലായിരിക്കും. 0.5 മുതൽ 1.5% വരെ എന്തായിരിക്കും? ഹൈ കാർബൺ സ്റ്റീലായിരിക്കും അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദി കാർബൺ പേഴ്സൻറ്റേജ് ഇൻ മീഡിയം കാർബൺ സ്റ്റീൽ? മീഡിയം കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0.25 to 0.5% ഓഫ് കാർബൺ. അപ്പോൾ ഓപ്ഷൻ നമ്പർ സി ആണല്ലേ? അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദി കാർബൺ പേഴ്സൻറ്റേജ് ഇൻ ലോ കാർബൺ സ്റ്റീൽ അല്ലേ? ലോ കാർബൺ സ്റ്റീലിൽ കാർബണിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ്? 0.15 to 0.25. എത്രയാണ്? 0.15% to 0.25%. ഓപ്ഷൻ ബി ആണ്. ശരിയല്ലേ? ദെൻ വാട്ട് ഈസ് ദി കാർബൺ പേഴ്സൻറ്റേജ് ഇൻ ഹൈ കാർബൺ സ്റ്റീൽ? ഹൈ കാർബൺ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കാർബൺ പേഴ്സൻറ്റേജ് എത്രയാണ്? 0.50 to 1.50% അല്ലേ? ശരിയല്ലേ? അതാണ് ഹൈ കാർബൺ സ്റ്റീൽ. അപ്പോൾ പേരിൽ തന്നെയുണ്ട്, ലോ കാർബൺ എന്ന് പറയുമ്പോൾ കാർബൺ കുറവാണ്, മീഡിയം കാർബൺ എന്ന് പറയുമ്പോൾ താരതമ്യേന കാർബൺ ഉണ്ട്, ഹൈ കാർബൺ എന്ന് പറയുമ്പോൾ കാർബൺ അളവ് വളരെ കൂടുതലാണ്. ശരിയല്ലേ? അങ്ങനെ തന്നെയാണല്ലോ നമ്മളെ വാല്യൂസും. ശരിയല്ലേ? വാട്ട് ഈസ് ദി ഓർ ഓഫ് അലൂമിനിയം? അലൂമിനിയത്തിൻ്റെ ഓർ ഏതാണ്? അലൂമിനിയത്തിൻ്റെ ഓർ അല്ലെന്നുണ്ടെങ്കിൽ അയിരുകൾ നമ്മൾ നോക്കിയതാണ്. അലൂമിനിയത്തിൻ്റെ ഓർ എന്താണ്? ബോക്സൈറ്റ് ആണ്. ശരിയല്ലേ? ഹെമറ്റൈറ്റ് അപ്പോൾ എന്തിൻ്റെ ഓറായിരിക്കും? ഹെമറ്റൈറ്റ് അയണിൻ്റെ ഓറാണ്. ശരിയല്ലേ? മാലറ്റൈറ്റോ അയണിൻ്റെ ഓറാണ്. അതുപോലെ ലെമണൈറ്റോ അയണിൻ്റെ ഓറാണ്. ഓക്കെ, അതുപോലെ അയണിൻ്റെ മറ്റെന്ത് ഓറ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? സിഡറൈറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി അതുപോലെ കോപ്പറിൻ്റെ ഓർ ഏതാണ്? കോപ്പറിൻ്റെ ഓർ ഏതായിരുന്നു? മാലച്ചൈറ്റ് ആയിരുന്നു അല്ലേ? ശരിയല്ലേ? മാലച്ചൈറ്റ്. അതുപോലെ തന്നെ ടിന്നിൻ്റെ എന്തായിരുന്നു? ടിന്നിൻ്റെ ഓർ എന്തൊക്കെയായിരുന്നു? ടിൻ സ്റ്റോൺ അല്ല, അതുപോലെ തന്നെ കറ്റിട്രേറ്റും എല്ലാം ടിന്നിൻ്റെ എന്തായിരുന്നു? ഓറായിരുന്നു. ഇനി നെക്സ്റ്റ് ലെഡിൻ്റെ ഓർ എന്തായിരുന്നു? ഗലീനയായിരുന്നു. ശരിയല്ലേ? അപ്പോൾ ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് നോക്കി വെച്ചേക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ ഇനേബിൾസ് ഇറ്റ് ബൈ വിച്ച് ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ഔട്ട് ഇൻ ടു വയർ അല്ലേ? ഏത് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റലാണ് ഇനേബിൾസ് ഇറ്റ് ബൈ വിച്ച് ക്യാൻ ബി ഡ്രോൺ ഔട്ട് ഇൻ ടു വയറുകളുടെ രൂപത്തിൽ നമുക്ക് ഡ്രോൺ ഔട്ട് ചെയ്യാൻ പറ്റും? നമുക്കറിയാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോപ്പർട്ടിയാണ്. ഏത് പ്രോപ്പർട്ടിയാണ്? ഡക്റ്റിലിറ്റി പ്രോപ്പർട്ടിയാണ്. ശരിയല്ലേ? ഡക്റ്റിലിറ്റി പ്രോപ്പർട്ടിയാണ്. ദെൻ വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് ആൻ ഇൻസുലേറ്റർ? തന്നിട്ടുള്ളവയിൽ ഏതാണ് ഇൻസുലേറ്റർ പ്രോപ്പർട്ടി എന്നാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത് അല്ലേ? കോപ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടക്ടറാണ്. കോപ്പർ ഒരു കണ്ടക്ടറാണ്. അലൂമിനിയവും ഒരു കണ്ടക്ടറാണ്. സിൽവർ ഒരു കണ്ടക്ടറാണ്. ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ആണ് കണ്ടക്ടർ അല്ലേ? വളരെ നല്ലതെന്ന് പറയുന്ന കണ്ടക്ടിങ് പ്രോപ്പർട്ടി ഉള്ളതാണ് സിൽവർ, പക്ഷേ കോസ്റ്റ്ലിയാണ്. അപ്പോൾ മൈക്കയാണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ആയിട്ട് ആക്ട് ചെയ്യുന്ന എന്താണ് ഇവിടെ? മൈക്കയാണ്. വിച്ച് റബ്ബർ ഈസ് യൂസ്ഡ് ആസ് ഇൻസുലേറ്റർ ഫോർ പവർ കേബിൾസ് ആൻഡ് കൺട്രോൾ വയർ അല്ലേ? പവർ കേബിൾസിലും കൺട്രോൾ വയർസിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്? സിലിക്കൺ ആണ് കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെച്ചേക്കുക. ഇപ്പോൾ സിലിക്കൺ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഏത് റബ്ബറാണ്? സിലിക്കൺ റബ്ബർ ഈസ് യൂസ്ഡ് ആസ് എ ഇൻസുലേറ്റർ ഫോർ പവർ കേബിൾസ് ആൻഡ് കൺട്രോൾ വയർ. പവർ കേബിൾസിലും കൺട്രോൾ വയറിലും യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റർ എന്ന് പറയുന്നത് സിലിക്കൺ റബ്ബറാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അലോയ് സ്റ്റീൽ ഈസ് യൂസ്ഡ് ടു മേക്ക് പെർമനൻറ്റ് മാഗ്നറ്റ്? പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന അലോയ് സ്റ്റീൽ എന്ന് പറയുന്നത് ഏതാണ്? കൊബാൾട്ട് സ്റ്റീലാണ്. ഓക്കെ, കൊബാൾട്ട് സ്റ്റീലാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? പെർമനൻറ്റ് മാഗ്നറ്റ്സിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസുലേറ്റർ ഈസ് യൂസ്ഡ് ഇൻ ഓവർഹെഡ് ലൈൻസ്? ഓവർഹെഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മളെ KCB ഒക്കെ യൂസ് ചെയ്യുന്ന ഓവർഹെഡ് ലൈൻസിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റർ എന്ന് പറയുന്ന ഏതാണ്? ഓവർഹെഡ് ലൈൻസിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റർ ഏതാണ്? പോഴ്സലീനാണ്. പോഴ്സലീനാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഓവർഹെഡ് ലൈൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്.
വിച്ച് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്വിച്ചസ്? സ്വിച്ചസിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഏതാണ്? ബാക്ക് ലൈറ്റ് ആണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ബാക്ക് ലൈറ്റ് ആണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? സ്വിച്ചുകളുടെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓവർ ഹെഡ് ലൈൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാണ്? പോർസലീൻ ആണ്. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി പ്രോപ്പർട്ടി? വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി പ്രോപ്പർട്ടി ഓഫ് ആൻ ഇൻസുലേഷൻ ദാറ്റ് ഷുഡ് ബ്രേക്ക് ഡൗൺ ഓർ പങ്ക്ചർ ഓൺ ആപ്ലിക്കേഷൻ ഓഫ് ഹൈ വോൾട്ടേജ്? അല്ലേ, ഹൈ വോൾട്ടേജിനെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി പ്രോപ്പർട്ടി? എന്ത് പ്രോപ്പർട്ടിയാണ് ഓഫ് ആൻ ഇൻസുലേഷൻ ദാറ്റ് ഷുഡ് ബ്രേക്ക് ഡൗൺ ഓർ പങ്ക്ചർ ഓഫ് ദി ആപ്ലിക്കേഷൻ ഓഫ് ഹൈ വോൾട്ടേജ്? എന്ത് പ്രോപ്പർട്ടിയാണ്? ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് ആണ്. അല്ലേ, എന്ത് പ്രോപ്പർട്ടിയാണ്? ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ്, വിച്ച് അലോയ് സ്റ്റീൽ ഈസ് യൂസിങ് ഫോർ മേക്കിംഗ് പ്രിഷ്യസ് ഇൻസ്ട്രുമെൻറ്റ്? വെരി ഇമ്പോർട്ടൻറ്റ്. പ്രിഷ്യസ് ഇൻസ്ട്രുമെൻസിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന അലോയ് സ്റ്റീൽ എന്ന് പറയുന്നത് എന്താണ്? ഇൻവർ സ്റ്റീലാണ്. ഇൻവർ സ്റ്റീൽ. ഓക്കെ, ഇൻവർ സ്റ്റീലാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? പ്രിഷ്യസ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന അലോയ് സ്റ്റീൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫയൽസ് ആൻഡ് കോൾഡ് ചിസൽ? ഫയലുകളുടെയും കോൾഡ് ചിസൽസിൻ്റെയും മാനുഫാക്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റീൽ. അപ്പോൾ ഫയലുകളും കോൾഡ് ചിസലും ഒക്കെ നമുക്കറിയാം കട്ടിംഗ് ടൂളാണ്. കട്ടിംഗ് ടൂളിന് വേണ്ട പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കാർബൺ കുറച്ച് കൂടുതലുള്ള സ്റ്റീലായിരിക്കും വേണ്ടത്. കാർബൺ കുറച്ച് കൂടുതലുള്ളതെന്ന് പറയുമ്പോൾ ഏതായിരിക്കും ഇതിനകത്ത്? ഹൈ കാർബൺ സ്റ്റീലായിരിക്കും. ശരിയല്ലേ? ഹൈ കാർബൺ സ്റ്റീൽ. കാര്യം കട്ടിങ്ങിന് വേണ്ടതാണ് കാർബൺ കണ്ടൻറ്റ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ 63 ഏതാണ്? ഓപ്ഷൻ നമ്പർ സി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയൽ സയൻസിൻ്റെ ഈ ക്ലാസ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ സയൻസിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും കൂടുതൽ ടോപ്പിക്സുകൾ നമുക്ക് ഫുള്ളി ഡിസ്കസ് ചെയ്ത് പോകുന്നു. നമ്മൾ മെറ്റീരിയൽ സയൻസിൻ്റെ ക്ലാസ് കൂടി നമ്മളൊരു 3 ഫയലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ ഫുള്ളി കംപ്ലീറ്റഡ് ആവുന്നതാണ്. ഓക്കെ.